അതിന് പകരം എട്ടുകാലി മമ്മൂനായിട്ട് മാറേണ്ടതുണ്ടോ? പിന്നെ ബുദ്ധിജീവി ആയില്ലെങ്കിലും അത്യാവശ്യം ബുദ്ധി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകും നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? 10,000 കോടിയാണ്. അപ്പൊ അദ്ദേഹം ആണോ ഇത് പറയുന്നത്? ഇതാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അത് പ്രസ്താവനയിലുള്ള ആളാണോ മുഖ്യമന്ത്രി? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രിയാകണം. ടാറ്റ ഇതേവരെയുള്ള അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള പ്രസ്താവന തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇനി അല്പമെങ്കിലും സത്യസന്ധത കാണിക്കണ്ടേ? അപ്പൊ അദ്ദേഹം ഫിക്ഷൻ വായിക്കുന്ന ഒരാളായതുകൊണ്ട് ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമെന്ന മട്ടിൽ കൂടി അവതരിപ്പിച്ചാൽ കേരളത്തിന്റെ സാധ്യത പോകും. അപ്പൊ അതിൽ ഒന്നുകൂടി കാണേണ്ടത്, ഇനി കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഭാവന വിടരാൻ ഇടയുള്ള ഒരു ഭാഗം കൂടി ഞാൻ പറയാം. 2025 ജൂലൈയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡും ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹുണ്ടായും തമ്മിൽ ഒരു MOU ഒപ്പുവെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് പത്രസമ്മേളനത്തിലേക്കും പെട്ടെന്ന് ഓർമ്മ ഒന്നും വരില്ല. അവർ ഒപ്പുവെച്ചത് 2025 സെപ്റ്റംബറിൽ ഡൽഹിയിൽ വെച്ച് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. 3700 കോടി രൂപയ്ക്ക് ഇവിടെ കൊച്ചിയിൽ പുതിയ ഒരു സംവിധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഷിപ്പ്യാർഡും MOU ഒപ്പുവെച്ചിരിക്കുന്നത് ഹുണ്ടായുമായിട്ട്. അതിന്റെ ഭാഗമായി സ്റ്റേറ്റ് കുറച്ച് ലാൻഡിന്റെ ക്ലിയറൻസ് നടത്താനുണ്ട്. അതിന് ഞങ്ങളുടെ സമയത്ത് പ്രത്യേകമായ സംവിധാനം ഒരുക്കി അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നാളെ ഉടൻ തന്നെ ഹുണ്ടായി ആയിട്ട് ഞാനിതാ സമുദ്രയുടെ ഭാഗമായി കൊണ്ടുവന്നു എന്ന് പ്രഖ്യാപിക്കും എന്നതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന് അവമതിപ്പുണ്ടാക്കാൻ ഇടയാക്കിയ ഒരു ഗൗരവമായ പ്രശ്നമായി നമ്മളെല്ലാവരും കാണേണ്ടതുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് 10,000 കോടി ഇൻവെസ്റ്റ്മെന്റിന് ടാറ്റ കേരളത്തിൽ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു. കാരണം ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിൽ ടാറ്റ ചെയർമാനെ കാണുമ്പോൾ അങ്ങോട്ടാ പോയത്. ഈ ചന്ദ്രശേഖരന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. അപ്പോൾ 2-3 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിന് സമയമുള്ളൂ എന്നറിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഫുൾ ടീം പോയിട്ട് 2 മണിക്കൂറോളം ചർച്ച നടത്തി. ഏതെല്ലാം പദ്ധതികളെല്ലാം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആ ശ്രമം വളരെ ശക്തമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോ നേരെ 10,000 കോടി ഇവിടെ മുഖ്യമന്ത്രിയായി ശ്രീ സതീശൻ വന്നു എന്ന് അറിഞ്ഞുടൻ തന്നെ ടാറ്റ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചു എന്നറിഞ്ഞത് വളരെ സന്തോഷകരമായിരുന്നു. അദ്ദേഹം നടപ്പിലാക്കുമ്പോൾ എല്ലാ പിന്തുണയും നൽകണമെന്നാണ് തീരുമാനിച്ചത്. നിങ്ങൾ പ്രതിപക്ഷ മേധാവിന്റെ പ്രസ്താവന പ്രതികരണം കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നതിനേക്കാളും എത്രയോ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത് കേട്ടിട്ടുണ്ട്, അതറിയട്ടെ, ഏതാണ് വസ്തുത എന്ന് അറിയട്ടെ എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് നിങ്ങളാണ് കുഴപ്പമുണ്ടാക്കിയേക്കുന്നത്. മാധ്യമങ്ങൾ ഏതോ സിനിമ പറയും പത്രക്കാരെ കൊണ്ട് തോറ്റു എന്ന് പറയുന്ന പോലെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കപ്പൽ നിർമ്മാണ മേഖലയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത. അപ്പൊ അദ്ദേഹത്തിന് ഒരു ബന്ധമില്ല. മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തെ രാജ്യത്തെ പ്രമുഖ കപ്പൽ നിർമ്മാണ സമുദ്ര വ്യവസായ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടും നിക്ഷേപ ആകർഷ പദ്ധതിയുമാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പരാമർശിച്ചത്. വിവിധ പദ്ധതികളിലൂടെയും വിവിധ നിക്ഷേപകരിലൂടെയും വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് 10,000 കോടി രൂപയുടെ നിക്ഷേപ സാധ്യത എന്ന പരാമർശത്തിലൂടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ ഒപ്പുവെച്ചു എന്നുള്ളതല്ല. ഇതാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ബ്ലൂബർഗിനായിട്ട് കേസ് കൊടുക്കേണ്ടതാണ്. അദ്ദേഹത്തെ പോലൊരാൾ ഇതാണ് പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. We are going to provide the land to the Tata Group for investing for 10,000 crore investment for shipbuilding. Many other companies are coming. ആദ്യത്തെ വാചകം എന്താ? ടാറ്റ ഇവിടെ ഷിപ്പ് ബിൽഡിങ്ങിന്റെ നിക്ഷേപത്തിന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം ചിരിക്കുന്നുണ്ട്. അടുത്ത ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. ഞാൻ ഈ ശരീരഭാഷ അദ്ദേഹത്തെ പറഞ്ഞതാണല്ലോ. അടുത്ത ആത്മവിശ്വാസം, വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് ലാൻഡ്. എന്നിട്ടോ അവസാനത്തെ ഭാഗം നോക്കൂ. ഇത് മറ്റ് കമ്പനികൾ വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 10,000 കോടിയാണ്. അപ്പൊ അദ്ദേഹം ആണോ ഇത് പറയുന്നത്? ഇതാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അത് പ്രസ്താവനയിലുള്ള ആളാണോ മുഖ്യമന്ത്രി? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രിയാകണം. മുഖ്യമന്ത്രി ഭരണഘടനാ പദവിയുള്ള ഒരാൾ പറയുമ്പോൾ അത് ആധികാരികമായിട്ടാണ് എടുക്കുക. ഇത് ലോകത്തിലെ മാധ്യമമാണ്. ബ്ലൂബർഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇന്റർനാഷണൽ മീഡിയ ആണ്. ലോകത്തിലാകെ പോകുന്നതാണ്. ആരുടെ ക്രെഡിബിലിറ്റി പോകും? മുഖ്യമന്ത്രിയുടെ അല്ല, കേരളത്തിന്റെ ക്രെഡിബിലിറ്റി പോകുന്നു. കാരണം ടാറ്റ ഇതേവരെയുള്ള അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള പ്രസ്താവന തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇനി അല്പമെങ്കിലും സത്യസന്ധത കാണിക്കണ്ടേ?
അടുത്ത വാചകം നിങ്ങൾ നോക്കൂ. അദ്ദേഹം ഇതിനകത്ത് പറയുന്നത് ഈ പ്രസ്താവനയിൽ പറയുകയാണ്, ഇതിന്റെ ഭാഗമായാണ് ഏതിന്റെ ഇപ്പോ ഈ 2 മാസത്തിനുള്ളിൽ തുടങ്ങിയ ഈ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി മലബാർ സിമന്റ് ലിമിറ്റഡും ടാറ്റ പ്രോജക്ട് ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിന് സർക്കാർ സൗകര്യം ഒരുക്കിയത് എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. പദ്ധതിക്ക് ആവശ്യമായ പ്രധാന അനുമതികൾ ലഭിച്ചു കഴിഞ്ഞു. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ആവശ്യമായ ഭൂമി ലഭ്യമാക്കുകയും പ്രാഥമികമായ വികസന പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആധുനികമായ ഷിപ്പ് ബിൽഡിംഗ് എക്കോസിസ്റ്റം രൂപീകരിക്കുന്നതിനുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പായിട്ടാണ്. അപ്പൊ അദ്ദേഹം വന്നു, ഉടൻ തന്നെ ആർട്സ് ഗ്രൂപ്പുമായിട്ട് ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അവര് പദ്ധതി വന്നു, പോർട്ട് ഇപ്പോ ഭൂമി കൊടുക്കുന്നു. അതിവേഗതയിലാണ് പോകുന്നത്. എന്നാൽ ഇത് നോക്കൂ, ഇത് ഹിന്ദു രോമതാണ്. ഇത് ഇൻവെസ്റ്റ് കേരള സബ്മിറ്റിൽ ആർട്സ് ആൻഡ് ഗ്രൂപ്പും അതോടൊപ്പം തന്നെ മലബാർ സിമന്റ്സും തമ്മിൽ MOU ഒപ്പുവയ്ക്കുന്നതാണ്. ഇനി അദ്ദേഹം ഹിന്ദു വായിക്കുമില്ലെങ്കിൽ അദ്ദേഹം എന്നും വായിക്കുന്ന മറ്റൊരു പത്രമുണ്ട്. ആ പത്രവും ഞാൻ പറയാം. മനോരമ ഓൺലൈൻ. മലബാർ സിമന്റ്സുമായി ചേർന്ന് ബോട്ട് നിർമ്മാണശാല സ്ഥാപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് പദ്ധതി കൊച്ചി തുറമുഖത്ത് ഫെബ്രുവരി 25. ഇങ്ങനെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യം, ഇത് കൊടുക്കുമ്പോഴെങ്കിലും അല്പ സത്യസന്ധത കാണിക്കണ്ടേ? കഴിഞ്ഞ ഗവൺമെന്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, അത് ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങളും അവരും നമ്മളും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നല്ലേ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? അതിന് പകരം എട്ടുകാലി മമ്മൂനായിട്ട് മാറേണ്ടതുണ്ടോ? ഈ 2 മാസം കൊണ്ടാണ് ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പോർട്ട് ട്രസ്റ്റിന്റെ ഭൂമി ഇപ്പൊ ലഭ്യമാക്കിയിട്ടുണ്ട്. ഏതാ പോർട്ട് ട്രസ്റ്റിന്റെ ഭൂമി? ഇത് 10 വർഷത്തിന് മുമ്പ് മലബാർ സിമന്റ്സ് അവിടെ ക്ലിങ്കർ കൊണ്ട് പൊടിക്കാനായിട്ട് ഒരു പദ്ധതിയുടെ ഭാഗമായി ലാൻഡ് ലീസിനെടുത്തിരുന്നു. എന്നാൽ ആ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് ആ ലാൻഡ് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. എല്ലാ വർഷവും നമ്മൾ ലീസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപയോഗിക്കാത്ത ഭൂമി അവരുടെ ജോയിന്റ് വെഞ്ചറായിട്ട് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുമ്പോൾ പദ്ധതിയുടെ ഭാഗമായി അവരൊരു പ്രൊജക്ട് മുന്നോട്ട് വെച്ചു. ആ പ്രൊജക്ടിൽ ആർട്സ് ആൻഡ് ഗ്രൂപ്പ് അവർ ടാറ്റയുടെ സബ്സിഡറിയാണ്, അവർ താല്പര്യം പ്രകടിപ്പിച്ചു. ഇത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അവർ മാത്രമല്ല, ECH എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനി, ടാറ്റയുടെ ആർട്സ് ആൻഡ് ഗ്രൂപ്പ് ചെറിയൊരു സബ്സിഡറിയാണ് അവരുടെ. അപ്പൊ ഞങ്ങൾ തന്നെ അന്ന് കണ്ടത് അവർ കൂടി വരുമ്പോ ടാറ്റയുടെ പ്രസൻസ് കൂടി കേരളത്തിൽ വരട്ടെ കൂടുതലായിട്ട്. അവരും ECH ചേർന്നിട്ടാണ് 500 കോടി ഇൻവെസ്റ്റ് ചെയ്യാമെന്നതാണ് ദീർഘകാലത്തേക്ക് MOU ഒപ്പുവെച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായിട്ട് 58 കോടി നമ്മൾ മലബാർ സിമന്റ്സ് അവിടെ ലാൻഡിന് വേണ്ടി വർഷങ്ങൾക്ക് മുടക്കിയിട്ടുണ്ട്. ആ ഭൂമിയുടെ വില മലബാർ സിമന്റ്സിന്റെ ഷെയർ വാല്യൂ ആയും ECH പണം മുടക്കും. ടാറ്റയുടെ ആർട്സ് ആൻഡ് ഗ്രൂപ്പ് അവർ ടെക്നോളജി പ്രൊവൈഡർ ആയിരിക്കും. അങ്ങനെ ജോയിന്റ് വെഞ്ചറിന്റെ ഭാഗമായി MOU ഒപ്പുവെച്ചു. ഫെബ്രുവരി 2026 ഫെബ്രുവരിയിൽ ഗവൺമെന്റ് മലബാർ സിമന്റ്സിന് അതുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകി. ഇപ്പൊ ലാൻഡ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 2 മാസത്തെ അനുമതി അല്ലത്. അദ്ദേഹം അല്പമെങ്കിലും സത്യസന്ധതയെങ്കിലും കാണിക്കണ്ടേ? ഇനി വരാൻ പോകുമ്പോൾ എന്താ? ഇപ്പൊ ടാറ്റയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ക്രെഡിബിലിറ്റി പോകുന്നത് കേരളത്തിന്റെയാണ്. ടാറ്റയെ ഞാൻ മനസ്സിലാക്കിയത് ലോകത്തിൽ തന്നെ വിളികൾ വന്നു. പിന്നെ ബുദ്ധിജീവി ആയില്ലെങ്കിലും അത്യാവശ്യം ബുദ്ധി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകും നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? അതിലൊന്ന്, ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വന്നാലും എടുത്തു ചാടി പറയാൻ പാടില്ല. കാരണം എല്ലാ സ്റ്റേറ്റും പുറകെ നിൽക്കുന്ന കാലാണ്. അപ്പൊ അദ്ദേഹം ഫിക്ഷൻ വായിക്കുന്ന ഒരാളായതുകൊണ്ട് ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമെന്ന മട്ടിൽ കൂടി അവതരിപ്പിച്ചാൽ കേരളത്തിന്റെ സാധ്യത പോകും. അപ്പൊ അതിൽ ഒന്നുകൂടി കാണേണ്ടത്, ഇനി കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഭാവന വിടരാൻ ഇടയുള്ള ഒരു ഭാഗം കൂടി ഞാൻ പറയാം. 2025 ജൂലൈയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡും ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹുണ്ടായും തമ്മിൽ ഒരു MOU ഒപ്പുവെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് പത്രസമ്മേളനത്തിലേക്കും പെട്ടെന്ന് ഓർമ്മ ഒന്നും വരില്ല. അവർ ഒപ്പുവെച്ചത് 2025 സെപ്റ്റംബറിൽ ഡൽഹിയിൽ വെച്ച് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. 3700 കോടി രൂപയ്ക്ക് ഇവിടെ കൊച്ചിയിൽ പുതിയ ഒരു സംവിധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഷിപ്പ്യാർഡും MOU ഒപ്പുവെച്ചിരിക്കുന്നത് ഹുണ്ടായുമായിട്ട്. അതിന്റെ ഭാഗമായി സ്റ്റേറ്റ് കുറച്ച് ലാൻഡിന്റെ ക്ലിയറൻസ് നടത്താനുണ്ട്. അതിന് ഞങ്ങളുടെ സമയത്ത് പ്രത്യേകമായ സംവിധാനം ഒരുക്കി അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്.
ഇനി നാളെ ഉടൻ തന്നെ ഹുണ്ടായി ആയിട്ട് ഞാനിതാ സമുദ്രയുടെ ഭാഗമായി കൊണ്ടുവന്നു എന്ന് പ്രഖ്യാപിക്കും എന്നതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന് അവമതിപ്പുണ്ടാക്കാൻ ഇടയാക്കിയ ഒരു ഗൗരവമായ പ്രശ്നമായി നമ്മൾ എല്ലാവരും കാണേണ്ടതുണ്ട്. ഒന്നുകൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാം. വഖഫ് പ്രശ്നം, വഖഫ് പ്രശ്നത്തിൽ കേരളം സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട് ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റോടുകൂടി നള്ളിഫൈ ചെയ്തു, റദ്ദാക്കപ്പെട്ടു. വഖഫ് നിയമത്തിനെതിരെ പല സംസ്ഥാന ഗവൺമെന്റുകളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കേരളം അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ 12ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് 14ാം വകുപ്പുമുള്ളത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയുടെ 14, 25, 26 തുല്യത, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ മൗലിക സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ്. പിന്നീട് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യാൻ അമുസ്ലിമുകളെ ചുമതലപ്പെടുത്തുന്നത് അവരുടെ വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് ഇത് റദ്ദാക്കണമെന്ന ശക്തമായ നിലപാടാണ് കേരളം സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി വാദം കേൾക്കാൻ പോവാണ്. വാദം കേൾക്കുമ്പോ കേരളത്തിന്റെ ഈ നിലപാട് റദ്ദാക്കപ്പെട്ടു. ഇപ്പൊ ഹൈക്കോടതിയിൽ കേരളം നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 14 സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് ദ സെക്ഷൻ 14 എന്നാണ്. 14ാം വകുപ്പ് പ്രകാരം പൂർണ്ണമായും അതിന് ചേർന്നുകൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ പോകുന്നു. എന്ന് വെച്ചാൽ 14 ഭരണഘടനാ വിരുദ്ധം, മതവിരുദ്ധം എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി കേരളം സുപ്രീം കോടതിയിൽ പറഞ്ഞു. ഈ 14ാം വകുപ്പ് അനുസരിച്ചാണെങ്കിൽ വഖഫ് ബോർഡിൽ വേണമെങ്കിൽ ഭൂരിപക്ഷം അമുസ്ലിമുകളാകാം. കാരണം മാൻഡേറ്ററി അമുസ്ലിം എന്ന് പറയുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഗവൺമെന്റിന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ ന്യൂനപക്ഷമായി ഒരു വഖഫ് ബോർഡ് രൂപീകരിക്കാം. അതിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ഇപ്പൊ കേരളം ഹൈക്കോടതിയിൽ സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് സെക്ഷൻ 14 എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും ആ വകുപ്പിനെ അംഗീകരിച്ചു. അതോടുകൂടി കേരളത്തിന്റെ സുപ്രീം കോടതിയിലെ കേസ്, നമ്മുടെ നിലപാട് റദ്ദാക്കപ്പെട്ടു. മുസ്ലിം ലീഗിനെ നോക്കണം. മുസ്ലിമിന്റെ കാര്യം ചെയ്യാൻ വഖഫ് ബോർഡിൽ ഭൂരിപക്ഷവും അമുസ്ലിമുകളാക്കി ആയിക്കൊള്ളട്ടെ എന്ന നിലപാട് ഹൈക്കോടതിയിൽ സ്വീകരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നു? അവരും ഇതേ സമീപനം സുപ്രീം കോടതിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി കേരളത്തിന് വാദിക്കാൻ പറ്റില്ല. അവിടെ കേരളം വഖഫ് നിയമത്തിന് അനുകൂലമായി. KC വേണുഗോപാൽ ഉത്കണ്ഠ തീർന്നു. അദ്ദേഹത്തിന് ഉത്കണ്ഠ കേരളത്തിൽ ഒരു BJP സർക്കാരാണോ എന്നതായിരുന്നു. ആ സംശയം ഇതോടുകൂടി അവസാനിച്ചു. BJP സർക്കാരിനേക്കാളും ശക്തമായ BJP സർക്കാരാണ് ഇപ്പോ കേരളത്തിൽ പ്രയോഗത്തിൽ അധികാരത്തിലിരിക്കുന്നത്. മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന്റെ താല്പര്യമല്ല, മതന്യൂനപക്ഷ താല്പര്യമല്ല, എങ്ങനെങ്കിലും വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് തങ്ങളുടെ ചില ആളുകളെ അതിനകത്ത് നിയമിക്കുക എന്ന സ്വാർത്ഥ സങ്കുചിത താല്പര്യം മാത്രമുള്ള ഒരു ലിമിറ്റഡ് കമ്പനിയായിട്ട് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. അതീവ ഗൗരവമായ പ്രത്യാഘാതം ഈ സമീപനം വഴി സുപ്രീം കോടതിയിലെ കേസിനകത്ത് സംഭവിക്കാൻ പോകുന്നു. കേരളത്തിന് അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ, ഈ മതനിരപേക്ഷ കേരളത്തിന് ശിരസ്സു കുനിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ് ഈ ഗവൺമെന്റ് സൃഷ്ടിച്ചത്. അതെ, ഇപ്പൊ പോവാണ്. കിഫ്ബി വേണോ വേണ്ടത് തീരുമാനിക്കാൻ പോവാണ്. ഇത് ആദ്യം കേരളത്തിൽ ഇതുപോലെ ഒരു 10 കിലോമീറ്ററിന് ഇത്രയും ഫണ്ട് ഏതെങ്കിലും ഗവൺമെന്റ് ചെലവഴിക്കാൻ പറ്റുമോ ബജറ്റിൽ നിന്ന്? അപ്പോഴാണ് കിഫ്ബി ഫണ്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ കിഫ്ബി വേണ്ട, അതോടുകൂടി പദ്ധതി അനിശ്ചിതത്വത്തിലേക്ക് പോയി. ഇനി അവരുടെ കമ്മിറ്റി വന്ന് ഏത് രൂപത്തിൽ ആർക്കറിയാൻ പറ്റും? അപ്പോ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ, ഈ കടലോരത്ത് താമസിക്കുന്നവരുടെ ജീവിതത്തെ ഒരു ഘട്ടത്തിലും അവർ സംരക്ഷിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ തുടങ്ങി വെച്ചതിനെ അട്ടിമറിക്കുക കൂടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അല്ല, കിഫ്ബി വേണമെന്നവർ തീരുമാനിക്കണ്ടേ? ഒരു മന്ത്രിക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റുമോ? ഗവൺമെന്റ് തീരുമാനിക്കണ്ടേ കിഫ്ബി വേണോ വേണ്ടോ എന്നുള്ളത്? അപ്പൊ ഈ പദ്ധതി അട്ടിമറിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്.